വാര്യരുടെ നീക്കത്തിന് ബി.ജെ.പി. നേതൃത്വം എങ്ങനെ മറുപടി പറയും? കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇല്ലാത്ത കാര്യത്തിന് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാമെന്ന് വിചാരിക്കേണ്ട. അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഞാൻ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നു. ഇനി അത് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചിട്ട് എന്ത് പറയാനാണ്? എന്തെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ വി.ഡി. സതീശൻ വല്ലതും പറഞ്ഞോ, സുധാകരൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു. അതെ, അല്ല അത് ഞാൻ സന്ദീപിന്റെ ചോദ്യം ഇനി അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ഞാൻ പറഞ്ഞില്ല, അപ്രസക്തമായ കാര്യങ്ങൾ വേറെ 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 സുധാകരൻ തന്നെ പറഞ്ഞു എനിക്ക് വേണേ എപ്പോൾ വേണമെങ്കിൽ പിന്നെ ബി.ജെ.പിയിലേക്ക് പോകാന്നല്ലേ നേരത്തെ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഞാൻ പോകും. ശാഖയ്ക്ക് ഞാനാണ് കാവലെന്ന് പറഞ്ഞ ആളല്ലേ. അതേ പറഞ്ഞത് വളരെ സത്യമല്ലേ. കെ മുരളീധരനെ പോലെ ഒരാളെ ഇതുപോലെ ആക്ഷേപിച്ച് പരിഹസിച്ച് അദ്ദേഹത്തിൻ്റെ വന്ധ്യമാതാവിനെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സംസാരിപ്പിച്ചിട്ട് കെ മുരളീധരൻ അതിൻ്റെ വികാരം ഉണ്ടാവുമല്ലോ. പാലക്കാട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് അത് പി ബാലനും അതുപോലെ വി എസ് വിജയരാഘവനും ഒക്കെ രണ്ട് ചേരികളിലായി നിൽക്കുമ്പോഴും കോൺഗ്രസ്സിന് വേറൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് തകർന്നില്ലേ? ഈ ഷാഫി പറമ്പൻ വന്നതോടുകൂടി കോൺഗ്രസ് ഒരു ഉപജാപക സംഘത്തിൻ്റെ കയ്യിലായില്ലേ? അതെല്ലാവർക്കും അറിയുന്നതല്ലേ. അത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമല്ലോ. ഞങ്ങളാ ഭിന്നത നോക്കി നടന്നവർ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ എന്ന് പിന്നെ ചോദിക്കും. ശിവരാജനെ കുത്തിയിളക്കാൻ എന്നൊരാൾ പോയിരുന്നു, പാവം നിരാശയായി പോയി. ശിവരാജനെ കുത്തിയിളക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരാൾ അയച്ചിരുന്നു. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ശിവരാജന്റെ വായിന്ന് എല്ലാം കേട്ടിട്ട് വന്നു. അല്ല ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ ചില ആളുകൾക്ക് ഒരുതരം മാനസിക വിഭ്രാന്തി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ജയിക്കുന്നതായപ്പോൾ സഹിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ്. അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമ്മൾ ബി.ജെ.പി. ഒരു കാരണവശാലും ജയിച്ചുകൂടാ എന്ന് ചില ആളുകൾക്ക് അങ്ങനെ ഒരു AC മുറിയിൽ ഇരുന്നിട്ട് അവരിങ്ങനെ പിന്നെ പറയാം, ഞാൻ ബി.ജെ.പി. ജയിച്ചുകൂടാ, അതിനുവേണ്ടി എന്തും ചെയ്യും, ആരെ വേണമെങ്കിലും ഇറക്കും, വിവാദ ദിവസങ്ങളിൽ തന്നെ ആളെ ഇറക്കും. നിങ്ങളല്ലേ പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ കുറേ പേരെടുത്ത് പോയല്ലോ ഒരു നാണമില്ലാതെ കുടയും പിടിച്ചിട്ട്. അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ കാശും ഒന്നും കണ്ടും മയങ്ങുന്നവരല്ല അവർ. നിങ്ങൾ കുറേ പേരെടുത്ത് രാവിലെ മുതൽ പോകുന്നുണ്ടല്ലോ. പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അല്ല, പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ പാർട്ടി അത്രയ്ക്കും അല്ല, കുത്തി ഇളക്കുന്നതൊക്കെ കാണുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ. നമ്മൾ വെറുതെ എന്തിനാവശ്യമില്ല ചർച്ച ചെയ്യും. വേറെ എന്തെങ്കിലും പറയും, രാഷ്ട്രീയം ചോദിക്കും. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് അയാൾ മറുപടി പറയുന്നില്ലല്ലോ. പിന്നെ എന്നോട് വന്ന് ചോദിക്കുന്നത് അതൊക്കെ ഇപ്പം എത്ര പണം ഇറങ്ങി, ഈ ഡീലൊക്കെ എങ്ങനെയാണ് നടന്നത്, ഇപ്പോഴത്തെ ഡീലൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ കാശൊക്കെ എവിടുന്ന് കിട്ടുന്നത് ഷാഫി പറമ്പിന്? ഈ കാശൊക്കെ വരുന്ന വഴി എന്താണെന്ന് അന്വേഷിക്കണം. അതിന് മറുപടി അവർ പറയുന്നില്ലെങ്കിൽ പോലീസ് അതൊക്കെ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വല്ല സതീശനോ സുധാകരനോ ഇനി അതല്ല പിന്നെ ഇനി ഈവൻ ഷാഫി പറമ്പലോ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറയും. എന്തിനു മറുപടി പറഞ്ഞു? വേറെ എന്തെങ്കിലും ചോദിക്കും. ഒരു ടിസ്റ്റും ഇല്ല. നിങ്ങളെ സ്വപ്നം കാണുന്നതാണ് ഇതൊക്കെ. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു തരിമ്പ് പോലും ചലനം ഉണ്ടാക്കില്ല. വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയം കളയുന്നത്? അല്ല, ഇന്നിപ്പോ പത്രത്തിൽ ഞാൻ വായിച്ചല്ലോ, നിങ്ങളെന്ന് പറഞ്ഞ പോലെയല്ല. ഇന്നിപ്പോ ഇത് അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇന്നല്ല പത്രത്തിലുള്ളത്. എന്നിട്ട് അർത്ഥം നടത്തുക ഏത് കേന്ദ്ര സഹായത്തിനുള്ള അന്തിമ റിപ്പോർട്ട് കൊടുക്കും ഇന്ന് മാതൃഭൂമി പത്രം. എനിക്കറിഞ്ഞൂടാ, മാതൃഭൂമി പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വന്നിരിക്കുക. വായിച്ചില്ലേ? പ്രസാദെങ്കിലും വായിക്കണമല്ലേ? അതായത് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത, ഞങ്ങൾ കേന്ദ്ര സഹായത്തിനുള്ള അന്തിമമായിട്ടുള്ള കണക്ക്, 2500 കോടിയുടെ കണക്കും പറയുന്നുണ്ട്. ഈ കണക്കൊന്നും കൊടുക്കാതെ ഹർത്താൽ നടത്തിയോണ്ട് പൈസ കിട്ടുമോ? വിശദമായിട്ടുള്ള കണക്ക് വേണം, സർവേ വേണം. ഞങ്ങളത് ആദ്യമേ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിലൊന്നും പ്രസക്തിയില്ല.
ആവശ്യപ്പെട്ട് ഓൾറെഡി കേരളം മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. ഇല്ല. ഫണ്ട് ഉണ്ടെന്നാണുള്ളതാണ്. അതൊക്കെ നിങ്ങളെ ചാനൽ മുറികളിൽ ഇരുന്ന് നിങ്ങൾ തയ്യാറാക്കുന്ന അജണ്ടകളാണ്. അല്ല, സർക്കാർ എവിടെയും അത് പറഞ്ഞിട്ടില്ല. ആന്ധ്രാപ്രദേശിന് ഇത്തരം മെമ്മോറാണ്ടം ആന്ധ്രാപ്രദേശ് എല്ലാം കൊടുത്തിട്ടാണ്. അല്ലാതെ ആന്ധ്രയ്ക്ക് മാത്രം വെറുതെ എടുത്തു കൊടുക്കുക. ഇതെന്താ നമ്മൾ തറവാട്ട് നിർത്തി കൊടുക്കുന്ന പോലെ, വീട്ടിൽ നിർത്തി കൊടുക്കുന്ന പോലെയാണോ? ആന്ധ്രയല്ല, ഏത് സംസ്ഥാനത്തിനും കൊമ്പൊന്നുമില്ല. ആന്ധ്രയിലും സമർപ്പിച്ച പ്രാഥമിക മെമ്മോറാണ്ടത്തിൽ അപ്പോൾ എന്ത് വീഴ്ചയാണ് ബിജെപി സംസ്ഥാന ഘടകം കാണുന്നത്? നിങ്ങൾ എന്താണ് എന്ത് പഠിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്ലല്ല, എന്റെ ചോദ്യം, അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സർവേ നടത്തിയിട്ട് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് കേരളം കൊടുത്തിട്ടുണ്ടോ? എന്താ നിങ്ങൾ ഇത്ര വലിയ വിദഗ്ധന്മാരാണല്ലോ, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളെ ചാനൽ മുറിയിലിരുന്ന് കേരളം അന്തിമമായി സമർപ്പിച്ചിരിക്കുന്ന പുനരധിവാസത്തിനുള്ള ധനസഹായത്തിനുള്ള മെമ്മോറാണ്ടത്തിന്റെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇന്ന് എന്തിനാണ് പത്രത്തിൽ വന്നിരിക്കുന്നത്? എന്തിനാണ് ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത്? അന്തിമ റിപ്പോർട്ട് ഉടനെ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസ ബോർഡിന്റെ കത്തിനകത്ത് ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചില്ല, അല്ലെങ്കിൽ അതൊന്നുമില്ല. പരാമർശമില്ല എന്നാണ് പ്രദേശം കാണിക്കുന്നത്. കത്തിന് ചോദ്യം ചോദിച്ചതിന്റെ മറുപടിയല്ലേ കത്ത് പറയുക? കേന്ദ്ര സംഘത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണല്ലോ പ്രാഥമിക